ആദ്യം തന്നെ ഈ ഒരു സബ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വലിയ വർക്കൊന്നും കാണത്തൊന്നുമില്ല, ചുമ്മാ ഒരു പ്രഹസനം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു JBL ഒക്കെ വെക്കുന്ന ഒരു എഫക്റ്റ് ആണ് ഈ ഒരു സാധനം നമ്മുടെ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ. അത് നമ്മൾ എത്ര ഇതിനകത്തുള്ള ഫുൾ ഓളിയോ ഇട്ടാൽ പോലും ഒരു ചെറിയൊരു പതറൽ പോലും ഈ സാധനം പതറത്തില്ല. ഏതൊരു സാധാരണക്കാരനും സൗണ്ട് ബാർ എന്നുള്ള സ്വപ്നം നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മുടെ സ്വന്തം ബ്രാൻഡായ സെബ്രോണിക്സ് നമുക്ക് സെബ് ബാർ 3901 എന്നുള്ള ഈ ഒരു സൗണ്ട് ബാർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ ഒരു സൗണ്ട് ബാർ ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നൽകുന്ന ഒരു ഔട്ടും അതേപോലെ സൗണ്ട് ക്ലാരിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്ന ഹോം തിയേറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇതിന്റെ 7 അയലത്ത് പോലും എത്തത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു ഹോം തിയേറ്റർ പ്രാന്തനായിരുന്നു. ഒരു ഹോം തിയേറ്ററിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ ഒരു സാധനം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഹോം തിയേറ്റർ ഒന്നുമല്ല ഇതിന്റെ മുന്നിൽ. ഇതിന്റെ ആ ഒരു ലുക്ക് നമുക്ക് തരുന്ന ഒരു ഔട്ടല്ല ഇതിന്റെ അത് കിട്ടുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഈ ഒരു സെബ് ബാർ 3901ന്റെ ഡീറ്റെയിൽഡ് റിവ്യൂവും അതേപോലെ തന്നെ ഇതിന്റെ സൗണ്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അധികം സമയം കളയേണ്ട, നമുക്ക് ഈ ഒരു സാധനം അൺബോക്സ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്നാപ്പിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിനോട് കിട്ടുന്നതെന്ന് കാണാം. നമുക്ക് ഈ ഒരു സൗണ്ട് ബാറിന്റെ കൂടെ കിട്ടുന്ന ഐറ്റംസ് ആണ് ഞാനിപ്പോൾ ഈ ഒരു മേശപ്പുറത്ത് നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പം അധികമായിട്ട് നമുക്ക് ഒരു ഐറ്റംസ് ഇതിനോട് കിട്ടുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പാക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അരമണിക്കൂർ സമയം എടുത്താണ് ഞാനും എൻ്റെ അനിയനും കൂടി ഇതിൻ്റെ അകത്ത് നിന്ന് ഇതെല്ലാം കൂടെ അഴിച്ചെടുത്ത് പുറത്ത് വെച്ചത്. കാരണം അത്രയ്ക്ക് നല്ലൊരു വെൽഡ് സീൽഡ് പാക്കിംഗ് ആണ് നമുക്ക് ഈ സെബ്രോണിക്സിൻ്റെ സൗണ്ട് ബാർ വരുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ പറയണമെന്ന് ഓർത്ത്. കാര്യം കൊറിയറായിട്ട് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അതൊരു ഡൗട്ടായിരിക്കും, ഇത് കൊറിയർ വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ. ഒരു പ്രശ്നവുമില്ല, സംഭവം സെറ്റായിട്ടായിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ എന്തൊക്കെ കിട്ടുന്നതെന്നാണ്. ഈ ഒരു പാക്കറ്റിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ റിമോട്ട് കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ എക്സ്ട്രാ 2 ബാറ്ററി കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളും വാറണ്ടി പേപ്പേഴ്സും ഡീറ്റെയിൽസും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സൗണ്ട് ബാർ നമുക്ക് വാളിൽ മൗണ്ട് ചെയ്ത് വെക്കണമെങ്കിലുള്ള അതിനുള്ള ഫിഷറും സ്ക്രൂവും ഒക്കെ കൂടെ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ 2 ക്ലാമ്പ്, ഈ ക്ലാമ്പ് യൂസ് ചെയ്താണ് നമ്മളിത് നമ്മുടെ സൗണ്ട് ബാർ ഭിത്തിയിൽ ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ നമുക്കൊരു ഇതിൻ്റെ കൂടെ ഒരു പവർ അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. ഈ ഒരു സാധനം AC-യിലല്ല വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് 24 വോൾട്ട് DC നമ്മുടെ സൗണ്ട് ബാറിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മുടെ സബും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അഡാപ്റ്റർ വളരെയധികം അത്യാവശ്യമുള്ള സാധനമാണ്. 24 വോൾട്ട് 2 ആംപിയറിൻ്റെ ഒരു പവർ അഡാപ്റ്റർ കൂടെ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് നമ്മുടെ സൗണ്ട് ബാർ ആണ്. അതെ, ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ. അപ്പം ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാനാണെങ്കിൽ സംഭവം മാരകമായൊരു ബിൽഡ് ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു സ്ഥലത്ത്, അതായത് ഒരു ചെറിയ സ്ഥലത്ത് കൊണ്ട് വെച്ച് ഇത് വർക്ക് ചെയ്യിക്കരുത്. കാരണം ഇതിൽ വർക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് വൈബ്രേറ്റ് ചെയ്ത് താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോവേണ്ടതായിരുന്നു, ഭാഗ്യത്തിന് പോയില്ല. അപ്പം പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ വെറുതെ ഭാഗ്യം പരീക്ഷിക്കേണ്ട, എങ്ങനെ താഴെ വേണമെങ്കിൽ ചിലപ്പോൾ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. കാര്യം ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഫൈബറിലാണ്. നല്ല ഗ്ലോസി ആയ രീതിയിൽ ഗ്ലോസി ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്താണ് ഈ ഒരു സൗണ്ട് ബാർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കേണ്ട സാഹചര്യമില്ല. കാരണം ഇത്രയും നമ്മളൊരു നല്ലൊരു ബഡ്ജറ്റ് കൊടുത്ത് വാങ്ങുന്ന ഒരു ഐറ്റം വെറുതെ വെച്ച് തറയിട്ട് പൊട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറയാനാണെങ്കിൽ വാക്കുകളില്ല പറയാൻ എന്നിവിടെ പറയാം. അത്രയ്ക്ക് നല്ലൊരു ഓഡിയോ ക്രിസ്റ്റൽ ക്ലിയർ ക്വാളിറ്റിയാണ്. അതും ഈ ഒരു പൈസ ഒക്കെ നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് മുതലാണ് സാധനം. ആ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പം ഈ ഒരു സൗണ്ട് ബാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെബ്രോണിക്സിൻ്റെ സെബ് ബാർ 3901 എന്നാണ് ഈ ഒരു സൗണ്ട് ബാറിൻ്റെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് ചെക്ക് ചെയ്യണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ പ്രൈസ് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതിനെക്കാട്ടി വളരെ കുറഞ്ഞ പ്രൈസിനാണ് ഇത് നിങ്ങളിലേക്ക്, ഈ വീഡിയോ കാണുന്ന നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ അതെ, പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ഇതിൻ്റെ A to Z കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലെ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഇതൊരു HDMI, നമുക്ക് ഓഡിയോ HDMI ഇന്ന് കൊടുക്കാൻ സാധിക്കുന്നു. അതേപോലെ കോആക്സിയൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം മിക്ക TV-യിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് HDMI ആർക്കും അതേപോലെ തന്നെ കോആക്സിയൽ ഓഡിയോസും ഒക്കെയാണ് നമുക്ക് വരുന്നത്. അതുകൂടാതെ തന്നെ തൊട്ട് സൈഡിൽ നമുക്ക് ഓക്സ് കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം നമുക്ക് DC ഞാൻ നേരത്തെ പറഞ്ഞ 24 വോൾട്ട് അഡാപ്റ്റർ നമുക്ക് ഇതിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതിൽ നിന്നാണ് നമുക്ക് സബ് ഔട്ട് കൊടുക്കുന്നത്. സാധാരണ എല്ലാ ഹോം തിയേറ്റേഴ്സിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സബിലാണ് കണക്ഷൻസ് വരുന്നത്. സബിൽ നിന്നാണ് നമ്മൾ സ്പീക്കേഴ്സ് ഒക്കെ കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ നേരെ തിരിച്ചാണ്. ഈ ഒരു സൗണ്ട് ബാറിൽ നിന്നാണ് നമ്മുടെ സബിലേക്കുള്ള ഔട്ട്പുട്ട് പോകുന്നത്. അപ്പം ആദ്യം തന്നെ ഈ ഒരു സബ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വലിയ വർക്കൊന്നും കാണത്തൊന്നുമില്ല, ചുമ്മാ ഒരു പ്രഹസനം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ
ഈ ഒരു സാധനം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു കീടിലും ഇടി തരുന്ന ഒരു ഐറ്റം ആണെന്ന്? എനിക്ക് തോന്നുന്നു ഒരു JBL ഒക്കെ വെക്കുന്ന ഒരു എഫക്റ്റാണ് ഈ ഒരു സാധനം നമ്മുടെ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ. അതും നമ്മൾ എത്ര അതിനകത്തുള്ള ഫുൾ ഓളിയോ ഇട്ടാൽ പോലും ഒരു ചെറിയൊരു പതറൽ പോലും ഈ സാധനം പതറത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് വളരെ ഇതാണ്. നമുക്ക് ഈ ഒരു ടോട്ടൽ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് വെയിറ്റ് എന്ന് പറയുന്നത് 5 കിലോയിൽ താഴെ വരുന്നുള്ളൂ. നമുക്ക് ഒറ്റ കൈ കൊണ്ടൊക്കെ സുഖമായിട്ട് പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സബ്. ഇതൊരു സബ്ബാണ്. നോർമലി നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് ഈ ക്ലിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. അതും വലിയ കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ സ്പീക്കറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതും ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ ആ ഒരു എയർ ഹോളും കാര്യങ്ങളും ഇതിൽ നമുക്ക് വലുതായിട്ടൊന്നും ഡിസ്ക്രൈബ് ചെയ്യാനോ ഒന്നുമില്ല, വലുതായിട്ട് പറയാനോ ഒന്നുമില്ല. കാര്യം ഇതിൽ ഈ ഒരു സബ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ബാക്കിൽ ഒരു വയറും വരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഐറ്റത്തിലാണ് വരുന്നത്. അതും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ തിന്നായിട്ട്. എനിക്ക് തോന്നുന്നു 1 കിലോ പോലും ഇല്ല ഈ സാധനം. ഈ മുതലിൻ്റെ അകത്തു നിന്നാണ് ഇത്രയും വലിയൊരു വർക്ക് വരുന്നത്. ഇത്രയും വലിയ വർക്ക് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുമ്പോൾ ഇവൻ എന്തു ഈ പറയുന്നത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണ്ടേ, A to Z കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് പറയണ്ടേ. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ USB കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത്. USB ഇവിടെയാണ് തോന്നുന്നത്. അതേപോലെ എൻ്റെ ഓണും ഓഫും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായ ഒരു റിമോട്ട് കൂടെ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഒരു വൈറ്റ് ഡിസ്പ്ലേ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേ ഉള്ളത് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഡിസ്പ്ലേ വരുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഇത് ഓൺ ആക്കുന്ന സമയത്ത് മാത്രമേ ആ ഒരു ഡിസ്പ്ലേ കാണാൻ സാധിക്കത്തുള്ളൂ. എല്ലാ സമയം നോക്കുമ്പോൾ നമുക്ക് നോർമലി ഇരിക്കുന്ന ഒരു പോലെയാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് എനിക്ക് വിശദീകരിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് നിങ്ങൾ ഇതിൻ്റെ വർക്കാണ് കേൾക്കാൻ പോണത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, വർക്കിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് വർക്ക് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് A to Z ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഓൺലൈൻ പ്രൈസും ചെക്ക് ചെയ്യാം. അതിനെക്കാട്ടി കുറഞ്ഞ പ്രൈസിനായിരിക്കും നിങ്ങളിലേക്ക് ഈ ഒരു സാധനം എത്താൻ പോണത്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഈ ഒരു സിസ്റ്റം ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഓൺ ആവുന്ന തൊട്ട് ഉള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റിമോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൺ ആവുന്നത് നമുക്കൊന്ന് കാണാം. കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സൗണ്ട് ബാർ ഓൺ ആയിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ആക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പെയർ ചെയ്തിരിക്കുന്നുണ്ട് തന്നെ പെയറിംഗ് ഒക്കെ ഭയങ്കര സ്പീഡാണ്. കണക്റ്റഡ് ആയി. ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ആക്കേണ്ട ആവശ്യമേ ഉള്ളൂ, കണക്റ്റ് ആവും. അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു പാട്ടിടാം. അപ്പോൾ ഈ ഒരു പാട്ട് ഞാൻ ഒരു സ്വല്പം സ്പീഡ് കൂട്ടിയായിരിക്കും ഇടുന്നത്. കാര്യം നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടി. കേട്ടല്ലോ, നമ്മുടെ അജഗജാനത്തിലെ പാട്ടാണ്. അപ്പോൾ അതേ കേട്ടോ. ബീറ്റിൽ പോരും. ഞാൻ സബ്ബിനോട് പിടിച്ചു കാണിച്ചു തരാം. അപ്പം ഞാനിപ്പം മൊത്തം ഇടുന്നില്ല. കാര്യം എനിക്ക് മൊത്തമായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ 2-3 തവണ ഈ പാട്ടിനകത്ത് കേട്ടു. അപ്പം മൊത്തമായിട്ട് കേൾപ്പിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അമ്മാവന്മാരെ എനിക്ക് കോപ്പിറൈറ്റ് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തം ഇടുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ധാരണ കിട്ടിക്കാണും. അതും ഈ ഒരു മൈക്കിൽ നിന്നാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നേരിട്ട് കേൾക്കുമ്പോഴുള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കാവുന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ ചാനലിൽ ഞാൻ ഇന്ന് വരെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഹോം തിയേറ്റേഴ്സും ആംപ്ലിഫയേഴ്സിനെയും കാട്ടിലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. എന്നാൽ ആംപ്ലിഫയേഴ്സിനെക്കാളും ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ കാരണം ആ ഒരു വർക്കും ക്വാളിറ്റിയൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. നിങ്ങൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഒരു 6500 രൂപ അടുത്തൊക്കെ നിങ്ങൾക്ക് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ താഴെ മെൻഷൻ ചെയ്ത നമ്പറിൽ കോൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6200-നും 6300-നും ഇടയിൽ നിങ്ങളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തുന്നതായിരിക്കും. അപ്പം ആ ഒരു പൈസ നിങ്ങൾ മുടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് അത് മുതലാണ്. കാര്യം ഈ ഒരു പ്രൊഡക്റ്റ് അമ്മാതിരി രീതിയിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളിലേക്ക് തരുന്നത്. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാനിത് പർച്ചേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇരുന്നൊരു 5.1 ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു 5.1 ഹോം തിയേറ്ററാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 5.1 ഇല്ല, 2.1 ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം 5 സ്പീക്കറിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. 2 സ്പീക്കറാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ 2 ഓഡിയോക്സിൻ്റെ
സ്പീക്കേഴ്സും അതുകൂടാതെ തന്നെ ഒരു പഞ്ച് ബോക്സും അതിൽ നമ്മളൊരു ഫുൾ റേഞ്ച് സ്പീക്കറും സെറ്റ് ചെയ്യാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ സെയിലിന് ഇട്ടിരിക്കുകയാണ്. കാര്യം ഈ ഒരു ഹോം തിയേറ്റർ എൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഇവിടെ വെറുതെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കോൾ ചെയ്യേണ്ട, വാട്സപ്പിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സെബ്രോണിക്സിന്റെ സൗണ്ട് ബാർ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾ നമ്മുടെ ചാനൽ ഇനിയും വരുന്നതായിരിക്കും. കൃത്യസമയത്ത് നിങ്ങൾക്ക് വീഡിയോ കിട്ടാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ഗോവിന്ദ് സൈനിങ് ഔട്ട്.